ദുൽഖറൊക്കെ അടിച്ചു ഒരു തിരക്കായിരുന്നു റോക്കറ്റ് വന്ന പോലെ. പക്ഷെ ലാസ്റ്റ് കൂടി ഒന്ന് മുട്ടിക്കാണ്ടായിരുന്നു. ലാസ്റ്റ് ഇതുണ്ടെങ്കിലേ ഒന്ന് അതുപോലെ ദുൽഖർ കിടക്കാച്ചി എന്ത് പടം എന്ന് പറയാ. ആകെ ഇങ്ങനെ കോരി തിരക്കായിരുന്നു റോക്കറ്റ് വന്ന പോലെ. പക്ഷെ ലാസ്റ്റ് കൂടി ഒന്ന് മുട്ടിക്കാണ്ടായിരുന്നു. ലാസ്റ്റ് ഇതുണ്ടെങ്കിലേ ഒന്നും കൂടി ഇതാവും. ഞങ്ങൾക്ക് കാത്തിക്കാന്ന നെക്സ്റ്റ് കാത്തി അതും കിടക്കാച്ചാക്കിയാൽ മതി. അല്ലെങ്കിൽ പിന്നെ സങ്കടമാവും. ആ വന്ന ആൾക്കാരുടെ ആവേശം ഇങ്ങനെ ഇല്ലാണ്ടാവും. ഇത് ഒന്നും കൂടി വൈബാണെങ്കിൽ സംഗതി ഇതുപോലെ കിടക്കാച്ച് ചെയ്യണം. ഇനിയിപ്പോ കാണാൻ പോകണ്ട്. പക്ഷെ ഇനിയിപ്പോ പോകുമ്പോ ഞാൻ ഇവിടുന്ന് ബസ്സിന് കാശ് മേടിച്ചിട്ട് പോകേണ്ടി വരും. കാരണം ബാക്കിയുള്ള സ്ഥലത്തൊക്കെ 100 രൂപ, ഇവിടെ 180 രൂപ. ഗംഭീര പടം എന്ന് പറഞ്ഞാൽ ഗംഭീര പടം. ഒരു രക്ഷയില്ല. ആ തിയേറ്ററിലെ ആരവം ഓരോ ആൾക്കാരെ കാണിക്കുമ്പോഴും ഇതിൽ നമുക്ക് പറയാനുള്ള മലയാളികളും എല്ലാവരും ഗംഭീരം. അന്നാബൻ, ദുൽഖറൊക്കെ അടിച്ചു അപ്പൊ പ്രഭാസൊക്കെ തൂത്തുവാരി എന്താ കാണിക്കുന്നത്, അടിച്ച് കസറിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഗംഭീര ഇത് വെച്ചാൽ ഇന്ത്യൻ സിനിമ കണ്ടൊരു ചരിത്രമായി മാറാൻ പോകുന്ന ഇതിനകത്ത് ക്യാമിയൊന്നും പറയുന്നില്ല. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ദൃശ്യ വിസ്മയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരും പോയി കാണണം. പ്രഭാസിന്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു തിരിച്ചുവരവാണ്. 1000 കോടിയിൽ അതിൽ കൂടുതലായിരിക്കും. പ്രഭാസ് ഇത് കണ്ടിട്ട് നമ്മൾ ഇനി വിളിക്കും. അപ്പൊ എന്തായാലും ഗംഭീര പടമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഗംഭീരം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 1000 കോടി ഒന്നല്ല, അതിൽ മേലെ ഗംഭീര പടം. സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കമലഹാസനെ അമിതാഭ് ബച്ചനൊക്കെ കാണുമ്പോണ്ടല്ലോ ഒരു രക്ഷയില്ല. സെക്കൻഡ് പാർട്ടിൽ ഇനി എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ സിനിമയിൽ എല്ലാവരും വരും. ഇന്ത്യൻ സിനിമയിൽ എല്ലാവരും സെക്കൻഡ് പാർട്ടി ഉണ്ടാവും. ഓക്കെ എടുത്തില്ല പറ എങ്ങനെയുണ്ട്. ഇന്ത്യൻ ഫിലിമിൽ മേക്ക് ചെയ്ത ഒരു ഹോളിവുഡ് ഫിലിം. അത് ശോഭന എന്ന നടിയുടെ ശക്തമായ തിരിച്ചുവരവ്. വളരെ നാളുകൾക്ക് ശോഭനയുടെ സ്ക്രീൻ സ്പേസ് കൊണ്ട് അഭിനയം കൊണ്ട് നല്ലൊരു ശക്തമായ കഥാപാത്രത്തിലൂടെ തിരിച്ചു വന്നു. മലയാളത്തിലെ അന്നാബൻ നല്ല പ്രകടനം. ദുൽഖർ സ്ക്രീൻ സ്പേസ് ഉണ്ട്. പടം എന്ന് പറഞ്ഞാൽ ബച്ചൻ്റെയൊക്കെ തകർത്ത അഭിനയം. ബച്ചനൊക്കെ തന്നെ ഈ പ്രായത്തിലും ഇത്ര എനർജി ലെവലിൽ കീപ്പ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ്. ഇതിൻ്റെ കാസ്റ്റിങ്, അതുപോലെ തന്നെ ഡയറക്ഷൻ, ബാക്ക്ഗ്രൗണ്ട്, പിന്നെ ആർട്ട് വർക്കെല്ലാം ഹോളിവുഡ് ലെവലിൽ മികച്ചു നിൽക്കുന്ന പടമാണ്. 1000 കോടി കയറുമോ? 1000 തീർച്ചയായിട്ടും നമുക്ക് അവകാശപ്പെടാം. 1000 കോടിയിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ പടം അവകാശപ്പെടാം. അതിനുള്ള എല്ലാ യോഗ്യതയും ഈ പടത്തിനുണ്ട്.